Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമസ്കാരം കുട്ടികളെ, നമുക്കിന്ന് ശബ്ദരംഗങ്ങളുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു ചോദ്യം പരിശോധിച്ചാലോ? തുടങ്ങാം അല്ലേ? ആദ്യം ചോദ്യം വായിക്കാം. താഴെ നൽകിയിരിക്കുന്ന ശബ്ദരംഗങ്ങൾ നിരീക്ഷിക്കുക. ഇവിടെ പി, ക്യു, ആർ എന്നിങ്ങനെ 3 ഗ്രാഫുകൾ നൽകിയിട്ടുണ്ട്. തിരശ്ചീനമായ അക്ഷം അഥവാ എക്സ് ആക്സിസ് സമയത്തെയും ലംബമായ അക്ഷം അഥവാ വൈ ആക്സിസ് സ്ഥാനാന്തരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ തരംഗങ്ങളുടെ ഉയരവും അവ തമ്മിലുള്ള അകലവും ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം എ. ഏറ്റവും ഉയർന്ന ആവൃത്തി, അതായത് ഫ്രീക്വൻസി ഉള്ള തരംഗം ഏത്? എന്തുകൊണ്ട്? ആവൃത്തി എന്നാൽ എന്താണെന്ന് ഒന്ന് ഓർത്തുനോക്കൂ. അടുത്തതായി ചോദ്യം ബി. ഏറ്റവും ഉയർന്ന ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് ഉള്ള തരംഗം ഏത്? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. തരംഗങ്ങളുടെ ലംബമായ ഉയരം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ശരിയാണോ എന്ന് നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. ഭാഗം എയുടെ ഉത്തരം നോക്കാം. ഏറ്റവും ഉയർന്ന ആവൃത്തി ഉള്ളത് തരംഗം ക്യൂവിനാണ്. നിങ്ങളുടെ ഉത്തരം ശരിയായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. ഒരു സെക്കൻഡിൽ ഒരു ബിന്ദുവിലൂടെ കടന്നുപോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ആവൃത്തി. ഗ്രാഫുകൾ നോക്കൂ. നൽകിയിട്ടുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സൈക്കിളുകൾ പൂർത്തിയാക്കുന്നത് തരംഗം ക്യൂ ആണെന്ന് വളരെ വ്യക്തമാണ്. ഒരേ സമയത്ത് കൂടുതൽ സൈക്കിളുകൾ എന്നാൽ കൂടുതൽ ആവൃത്തി എന്നാണർത്ഥം. ഇനി ഭാഗം ബി. ഏറ്റവും ഉയർന്ന ആയതി ഉള്ള തരംഗം ഏതാണ്? ശരിയായ ഉത്തരം തരംഗം ആർ ആണ്. കാരണം എന്താണ്? തുലനസ്ഥാനത്തുനിന്നുണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരമാണ് ആയതി. ലളിതമായി പറഞ്ഞാൽ മധ്യരേഖയിൽ നിന്നുള്ള പരമാവധി ഉയരം. ചിത്രത്തിൽ നോക്കൂ. തരംഗം ആറിനാണ് തുലനസ്ഥാനത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഉയരവും താഴ്ചയും ഉള്ളത്. അതായത് ഏറ്റവും കൂടുതൽ സ്ഥാനാന്തരം കാണിക്കുന്നത് തരംഗം ആറിനാണ്. വളരെ നല്ലത്. ആവൃത്തി, ആയതി എന്നീ ആശയങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ പരിശീലിക്കുക. നന്ദി. ഹാപ്പി ലേണിംഗ്.